ഉമ്മതൻ പാദത്തിൻ ചോട്ടിലായി സ്വർഗം തീർത്തെന്ന് ചൊല്ലി റസൂലുള്ളാഹ്. ഉമ്മതൻ ശാപം പേറിയാൽ പിന്നെ നരകത്തിൽ പോയി കിടന്നിടണം. ഇഹമിൽ യാതനയേറെ സഹിച്ചിടണം. والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ യഥാവിധി പാലിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്മാനമാണ് മക്കൾ എന്ന് പറയുന്നത്. അതൊക്കെ അതിൻ്റെ ഗുണങ്ങളും വലുപ്പവുമൊക്കെ അനുഭവിക്കുന്നവരും അനുഭവിച്ചവരുമാണ് നാം. അതോടൊപ്പം തന്നെ മക്കളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ പരാമർശം അത് പരീക്ഷണമാണ് എന്നുകൂടിയാണ്. ചുരുക്കത്തിൽ ഒരേ സന്ദർഭത്തിൽ രക്ഷയും സമാധാനവും സ്വർഗത്തിലേക്കുള്ള മാർഗവും ഒക്കെയാകുന്ന മക്കൾ വേറെ ചില കോണുകളിലൂടെ കണ്ണുകളിലൂടെ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് പരീക്ഷണമായി തോന്നും. നമ്മളെല്ലാവരും മക്കളെ സ്നേഹിക്കുന്നവരാണ്. കാരണം ദുനിയാവിലെ ജീവിതത്തിൻ്റെ അലങ്കാരം എന്നാണ് മക്കളെ നൽകിയ അള്ളാഹു മക്കളെക്കുറിച്ച് പറഞ്ഞത്. സീനത്തുൽ ഹയാത്തി ദുനിയ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും മക്കളുമൊക്കെ ഈ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. തീർന്നില്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ മാനസികമായി നമുക്ക് ആസ്വാദനം നൽകുന്ന ഒന്നാണ് മക്കൾ. വല്ലാത്ത മക്കളെ കാണുമ്പോൾ, അതുകൊണ്ടാണല്ലോ അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ ഖുർറത്ത അയുനൻ ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത്ത അയുൻ. കണ്ണിന് കുളിർമ, മനസ്സിൻ്റെ സുഖമാണ് യഥാർത്ഥത്തിൽ ആ കണ്ണിൻ്റെ കുളിർമ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മക്കൾ എങ്ങോട്ടെങ്കിലും മാറിപ്പോയാൽ, വിരുന്നു പോയാൽ നമ്മൾ പറയും ഇന്നൊരു സുഖമല്ലല്ലേ, ഇന്നൊരു രസമല്ല, അവനില്ലാത്തതുകൊണ്ട് ഒരു രസമല്ല, അല്ലെങ്കിൽ അവളില്ലാത്തതുകൊണ്ട് രസമല്ല, മക്കളില്ലാത്തതുകൊണ്ട് ഒരു ഹരമില്ല. എന്നുവെച്ചാൽ മക്കൾ നമുക്കൊരു രസമാണ്, ഹരമാണ്. ഇതൊക്കെയാണ് മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളെ വിളിച്ചത് ഖിത്അത കബദീന, കരളിൻ്റെ കഷ്ണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഫാത്തിമ ഖിത്അതു കബദി എന്ന് റസൂലുള്ളാഹി വിളിക്കാറുണ്ടായിരുന്നു. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണം. അത്രയും റസൂലുള്ളാഹിൻ്റെ ആ രീതി, സ്വഭാവം അങ്ങനെയായിരുന്നു. ഇതൊക്കെയാണ് മക്കളെന്ന് പറയുന്നത്. ഈ മക്കളെക്കുറിച്ച് നമ്മളെല്ലാവരും നന്നായി മക്കളെ വളർത്തണം.
നല്ല തർബിയത്ത് മക്കൾക്ക് കിട്ടണം എന്ന് കൊതിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് അധ്വാനിക്കും, പണം ചെലവാക്കും, കഷ്ടപ്പെടും. പലരും ശരിയായ രീതിയിലെത്തും, മാർഗത്തിലെത്തും. പലരും മക്കളെ വളർത്തുന്ന വിഷയത്തിൽ പലപ്പോഴും ശരിയിൽ എത്തിപ്പെടാറില്ല. പക്ഷെ പലപ്പോഴും നമ്മളറിയാത്ത അല്ലെങ്കിൽ ഓർക്കാത്ത ഒരു കാര്യം, മക്കളെ വളർത്തുക എന്നത് അവർക്കാവശ്യമായ പരിഗണനയും സുരക്ഷിതത്വവും നൽകുക എന്നത് എളുപ്പമുള്ള മാർഗമല്ല. ഏറ്റവും പ്രയാസമുള്ള ഒരു പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ വളർത്തലാണ്. മക്കൾക്ക് യഥാർത്ഥ തെർബിയത്തും മക്കളെ എങ്ങനെ നമ്മുടെ മക്കളാകണമോ അങ്ങനെ വളർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഏറ്റവും വലിയ പ്രയാസം. സാമൂഹ്യശാസ്ത്ര പണ്ഡിതന്മാർ സാമൂഹ്യശാസ്ത്രത്തിൽ ഏറ്റവും കടുപ്പമുള്ള പ്രോജക്റ്റായി കണ്ടത് അതാണ്. വേറെന്തിനെ വളർത്താനും എളുപ്പമാണ്. ഒരു പശുക്കുട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, കോഴിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. എന്നാൽ ഒരു മനുഷ്യക്കുട്ടിയെ, അതും എൻ്റെ സ്വന്തം കുട്ടിയെ, എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ കുട്ടിയെ വളർത്തുക എന്നത് അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, അത്ര എളുപ്പമല്ല. നമുക്കറിയാം, 2 കുട്ടികൾ, ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന 2 കുട്ടികൾ. ആ 2 കുട്ടികൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റായിരിക്കും, വ്യത്യസ്തമായ രുചിയായിരിക്കും, വ്യത്യസ്തമായ പ്രകൃതമായിരിക്കും, വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും. ഈ മാതാവ് അല്ലെങ്കിൽ ഈ പിതാവ് ഒന്നാമത്തെ കുട്ടിയോട് പെരുമാറുന്ന അല്ലെങ്കിൽ സമീപിക്കുന്ന രീതി ആവുകയില്ല മറ്റേ ആളോട് സ്വീകരിക്കേണ്ടി വരിക. ഇതൊരു സമീപനത്തിലും സ്വഭാവത്തിലും മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ഒന്നാമത്തവന് ഏറ്റവും ഇഷ്ടം എന്നതായിരിക്കും, മറ്റവന് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഈ ഒരു ഇഷ്ടാനിഷ്ടം ഇത് ജീവിതത്തിലെ ഭൗതികമായ വിഷയങ്ങളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ നമുക്കിമ്പമുള്ളവരും ഇഷ്ടമുള്ളവരും ഈ പറഞ്ഞ രൂപത്തിലുള്ളവരുമോ ഒക്കെ ആയിത്തീരുവാൻ ആ കുട്ടികൾക്ക് നാം ഒരു വ്യക്തിത്വം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് എല്ലാവർക്കും ഇസ്ലാമിൽ പ്രത്യേകമായ വ്യക്തിത്വമുണ്ട്. ഇസ്ലാം കൈവെക്കാത്ത ഒരു ഏരിയയുമില്ല. തൊഴിലാളിക്ക് ഒരു വ്യക്തിത്വമുണ്ട്, മുതലാളിക്ക് വേറൊരു വ്യക്തിത്വമുണ്ട്, അധ്യാപകനൊരു വ്യക്തിത്വമുണ്ട്, ഡോക്ടർക്കൊരു വ്യക്തിത്വമുണ്ട്, അതുപോലെ മക്കൾക്കുമുണ്ട് ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വം എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അവരവരുടെ വ്യക്തിത്വത്തിൽ അവർ സ്വതന്ത്രരാകണം എന്നാണ്. എൻ്റെ വിഷയത്തിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരും അങ്ങനെയാണ്. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ വളർത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വതന്ത്രമായ വ്യക്തിത്വം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവരാണ് മക്കൾ എന്നതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട വിഷയം. ചിലപ്പോൾ നമുക്ക് തോന്നും, അങ്ങനെ ഒരു സ്വതന്ത്രമായ വ്യക്തിത്വം അവർക്കുണ്ടാകാൻ പ്രത്യേകമായൊരു പ്രായമുണ്ടോ? ആ പ്രായം എപ്പോഴാണ് തുടങ്ങുന്നത്? ഇനി അവരെ നമ്മൾ അങ്ങനെ ഒരു സ്വതന്ത്രമായ വ്യക്തിത്വത്തോടു കൂടി വളർത്താൻ ആഗ്രഹിച്ചാലും അവരുടെ പിന്നാലെ നാം പോകേണ്ടതല്ലേ, ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇതൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇതിനൊക്കെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന മക്കളുടെ പ്രകൃതം വ്യത്യസ്തമാണ് എന്നതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവും ഓരോരുത്തർക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മക്കളെ നാം വളർത്തുമ്പോൾ അവരുടെ ഒരു വ്യക്തിത്വത്തെ സ്വതന്ത്രമായി വിടാൻ അനുവദിച്ചുകൊണ്ടുള്ള, എന്ന് വെച്ചാൽ കയറൂരി വിടുക എന്നതല്ല, അനുവദിച്ചുകൊണ്ടുള്ള ഒരു വളർത്തലാണ് യഥാർത്ഥത്തിൽ മക്കൾ നാം ആഗ്രഹിക്കുന്ന, നാം ഇഷ്ടപ്പെടുന്ന രൂപത്തിലായി തീരാൻ ഏറ്റവും നല്ല മാർഗം.
എങ്ങനെയാണ് ഒരു കുട്ടിക്ക് സ്വന്തം ഒരു വ്യക്തിത്വം രൂപപ്പെടുക? ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് കുട്ടികളെ അങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും. ഞാനിത് പറയുന്നത് ഏതെങ്കിലും സയൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല. സയൻസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം ആളുകൾ. പക്ഷേ ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെയും അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്ന രീതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെ ഉണ്ടാകും? പല രക്ഷിതാക്കളുടെയും വല്ലാത്ത മനസ്സിലുള്ള ഒരാദിയാണ്, എൻ്റെ മോൻ അവനിങ്ങോട്ട് ശരിയാണില്ല, അവന് സ്വന്തമായി ഒരു എല്ലാവരും പറയണ ഒരു ആക്ഷേപ, എല്ലാവരും പറയാറുണ്ട്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് ഈ പറഞ്ഞതിനൊക്കെ മറുപടി ഉണ്ടാകും, ഈ പറഞ്ഞതിനൊക്കെ പരിഹാരമുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണുന്ന, ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന പോലെ മക്കളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, മക്കളുടെ അഭിപ്രായങ്ങൾക്ക് നാം പരിഗണനയും ബഹുമാനവും നൽകണം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത്. ഒരടിച്ചമർത്തലിൻ്റെ രീതിയല്ല, ഒരു പരിഗണന. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു പരിഗണന, അവരോടൊരു ചർച്ച, അവരോടൊരു സംസാരം. എന്നിട്ട് ആ സംസാരത്തിൻ്റെയും ചർച്ചയുടെയും അടിസ്ഥാനത്തിലൊരു പരിഗണന. ഇപ്പം യഥാർത്ഥത്തിൽ പല രക്ഷിതാക്കളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, മക്കളുടെ അഭിപ്രായം അതൊന്നും ഇപ്പോൾ കേൾക്കണ്ട, ഞാൻ പറയണത് ഈ അങ്ങോട്ട് കേട്ടാൽ മതി എന്നാണ് പലപ്പോഴും രക്ഷിതാക്കൾ പറയാറ്. നിന്നേക്കാളൊക്കെ വിവരമുള്ളവനാ ഞാൻ പറഞ്ഞത് നീയാണ് കേട്ടാൽ മതി എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു വല്ലാത്ത അപകടകരമായ വാചകമാണത്. നിങ്ങൾ മനസ്സിലാക്കിയ ആ തത്വം ശരിയാണ്, നിങ്ങൾ വിവരമുള്ളവരാണ്, രക്ഷിതാക്കൾ വിവരമുള്ളവരാണ്. പക്ഷേ നിങ്ങളുടെ വിവരം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കുട്ടിയെ മാറ്റാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വാചകമല്ല നിങ്ങൾ പറയേണ്ടത്. ആ വാചകം ഒരു എതിർചിന്ത അവൻ്റെ മനസ്സിലുണ്ടാക്കുകയാണ് ചെയ്യുക. നേരെ മറിച്ച് അങ്ങനെയല്ലാതെ അവരെ പരിഗണിച്ചും അവരുടെ അഭിപ്രായത്തെ മാനിച്ചുമൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത് എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വ്യക്തിത്വമുള്ള കുഞ്ഞിനെ രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്ത് നിങ്ങളുടെ ചെറിയ കുട്ടി ഭയങ്കരമായി ശബ്ദമുള്ള ഒരു കാറ് കൊണ്ട് കളിക്കേണ്ടത് നോക്കുക. ഭയങ്കര ഒച്ച, ഭയങ്കര കീ പീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശബ്ദമുണ്ടാക്കും. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു തരം, നമ്മളങ്ങനെയാണല്ലോ, മനുഷ്യൻ അങ്ങനെയാണ്. എനിക്ക് വായിക്കണതിലൊരു കോൺസെൻട്രേഷൻ കിട്ടണില്ല, ഭയങ്കരമായ പ്രയാസം. അപ്പോൾ ചില രക്ഷിതാക്കൾ പറയും, ഒന്ന് പോകണ്ടോ നിൻ്റെ ഈ വണ്ടി കൊണ്ട് ഇവിടുന്ന് എന്ന് പറയും, അല്ലെങ്കിൽ പോടാ അവിടുന്ന് എൻ്റെ മുമ്പെന്ന് എന്ന് പറയും. അഥവാ ആ കുട്ടിയുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന, നിങ്ങൾ എന്താണോ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്, നൽകാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നേരെ വിപരീതമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ പറയുന്നതിന് പകരം ആ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞു എന്ന് നോക്കുക, മോനെ അപ്പുറത്തൊരു റൂമുണ്ടല്ലോ, ആ റൂമിൽ പോയി കളിച്ചോ, നീ അവിടെ നല്ല സുഖമാണ് കളിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അഭിപ്രായം, ആ അഭിപ്രായം സ്വീകരിക്കാൻ അവൻ്റെ മനസ്സിന് ഇഷ്ടമുണ്ടാകും, ആഗ്രഹമുണ്ടാകും. അവനെ നിങ്ങൾ അടിച്ചമർത്തിയില്ല, മറിച്ച് അവന് കളിക്കാനുള്ള, അല്ലെങ്കിൽ അവൻ്റെ കാറ് കൊണ്ട് അല്ലെങ്കിൽ ടോയ് കൊണ്ട് കളിക്കാനുള്ള ഒരവസരം അവന് നൽകുകയും ചെയ്തു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആദ്യം പറഞ്ഞ ഉടനെ ഇവൻ അനുസരിക്കില്ല, സ്വാഭാവികമാണ്. കാരണം ഇവൻ്റെ മനസ്സിൽ ഈ കളിയും ഈ സാധനമൊക്കെ ഉള്ള കുട്ടിയാണല്ലോ. അവൻ വീണ്ടും കളിക്കും, വീണ്ടും നിങ്ങൾ ദേഷ്യപ്പെടും, വീണ്ടും കളിക്കും, വീണ്ടും ദേഷ്യപ്പെടും. അല്ലേ? എന്താ സംഭവിക്കണത്? ഭയങ്കര ഗൗരവമുള്ളൊരു വിഷയം സംഭവിക്കേണ്ടത് എന്താ അറിയോ? ഒരു രക്ഷിതാവിൻ്റെയും കുട്ടിയുടെയും ഇടയിലുള്ള ആരോഗ്യകരമായ ബന്ധത്തിന് വിഘാതവും വിള്ളലും ക്രമേണ നിങ്ങളറിയാതെയാണ് സംഭവിക്കുക. ക്രമേണ ഒരകൽച്ചയും സംഭവിക്കും. നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ മോൻ ഒരു സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള ഒരു നല്ല മോനായി വരണം, മോളായി വരണം എന്ന് മനസ്സിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം,
മക്കളുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നതാണ്. പരിഗണന നൽകണം. രണ്ടാമത്തേത്, ചില കാര്യങ്ങളിലെങ്കിലും ഒരു സെലക്ഷനുള്ള, തിരഞ്ഞെടുക്കാനുള്ള ഒരധികാരം അവർക്ക് നൽകണം. തിരഞ്ഞെടുക്കാനുള്ള ഒരു അധികാരം. ഇത് പറയുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഈ വാചകം പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ തിരഞ്ഞെടുക്കാൻ അവർക്ക് അധികാരം നൽകണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി രക്ഷിതാക്കൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണം, ഒരു വസ്ത്രം വാങ്ങാൻ പോകുന്നു. അപ്പോൾ വസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വസ്ത്രം ഇങ്ങനെ ആയിരിക്കണം എന്ന്. ആ വസ്ത്രത്തിൻ്റെ രീതിയോ രൂപമോ അല്ല, മറിച്ച് ആ വസ്ത്രത്തിൻ്റെ കളർ സെലക്ട് ചെയ്യാൻ അവനൊരു ഒരു 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 സന്ദർഭം, അവസരം നൽകണം. അഥവാ അവൻ്റെ അഭിപ്രായത്തിന് പിതാവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മാതാവിൻ്റെ അടുത്ത് മൂല്യമുണ്ട്, വിലയുണ്ട് എന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇത് വല്ലാതെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. സാധാരണ കുട്ടികളുടെ വിഷയത്തിൽ നമുക്കൊക്കെ ഉള്ളൊരു ആവലാതി എന്താ, ഇവൻ ഭയങ്കരമായി മിഠായി തിന്നും എന്ന് പറയാറുണ്ട്. ഭയങ്കരമായി മിഠായി തിന്നും, ചോക്ലേറ്റ് തിന്നും, ഭയങ്കര പ്രശ്നമാണ് ഇവനെ കൊണ്ട്. നമ്മളെന്ത് ചെയ്യും, നമുക്ക് ഇവൻ ചോക്ലേറ്റ് തിന്നാതിരിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? എടോ, ചോക്ലേറ്റ് തിന്നാൻ പാടില്ല, നിൻ്റെ പല്ല് കേടുവരും, നീ കണ്ടിട്ടില്ലേ, അതുകൊണ്ട് ഇനി ഞാൻ പൈസ തരില്ല ചോക്ലേറ്റ് വാങ്ങാൻ, മിഠായി വാങ്ങാൻ പൈസ തരില്ല, തിന്നരുത്, ചിലപ്പോൾ പിടിച്ചു വാങ്ങി വലിച്ചെറിയും ഒക്കെ ചെയ്യും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ആ കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ നൽകിയ സന്ദേശം ആ കുട്ടിയുടെ മനസ്സിലെത്തൂല. ആ സന്ദേശം ആ കുട്ടിയുടെ മനസ്സിലെത്തണമെങ്കിൽ കുറച്ചുകൂടി മനോഹരമായി അത് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഈ ഒരു രൂപത്തിലല്ല, അത് ഒരു ശക്തി പ്രയോഗമല്ല ഒരു വിഷയത്തിലും ആവശ്യം. കുറച്ചുകൂടി മാർദ്ദവമായി, മനോഹരമായി, അവൻ മിഠായി തിന്നാത്ത ഒരു സന്ദർഭത്തിൽ, ചോക്ലേറ്റ് കടിച്ചുകൊണ്ടിരിക്കാത്ത ഒരു സന്ദർഭത്തിൽ അവനെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം, മോനെ, ചോക്ലേറ്റിന് ഇന്ന ദോഷങ്ങളൊക്കെ ഉണ്ട്, നിനക്കറിയോ, നീ കണ്ടിട്ടില്ല എന്നെ കുട്ടി. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവനോട് ഏതെങ്കിലും രൂപത്തിലൊരു പ്രതിയോഗിയോട് പെരുമാറുന്ന രൂപത്തിലല്ലാതെ നമുക്ക് അവൻ്റെ അടുത്തുനിന്ന് സ്വയം ഇങ്ങോട്ട് വരുന്ന രൂപത്തിൽ എന്ത്, ഇനി ഇത് തിന്നാം. പിന്നെ കാണുമ്പോൾ കുട്ടി എന്ത് ചെയ്യൂല, തിന്നൂല. ഇതൊരു ചോക്ലേറ്റിൻ്റെ കാര്യമൊന്നുമല്ല, ഏത് വിഷയത്തിലും നിങ്ങൾ മതപരമായി നോക്കി, ദീനിലൊരു കാര്യം നിങ്ങൾ ആ കുട്ടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു വെക്കുക, അല്ലെങ്കിൽ പാടില്ലാത്ത ഒരു കാര്യം ആ കുട്ടി ചെയ്യുന്നു, അതിൽ നിന്ന് അവൻ മാറി നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്ന് വെക്കുക. അത് പഠിപ്പിക്കാനൊരു രീതിയുണ്ട്, പഠിപ്പിക്കാനൊരു രീതി. സൂറത്ത് ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊരു സ്നേഹത്തോടു കൂടിയ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. നോക്കി, നിങ്ങളാ പറഞ്ഞു കൊടുക്കണ ഉദാഹരണം വിളി മാത്രമല്ല, മോനെ, പൊന്നു മോനെ എന്നാ വിളിക്കണം. അതോടുകൂടി തന്നെ അവൻ വീണുപോകും. ആ വിളി നമ്മൾ കുറച്ച് കടുപ്പായിരിക്കും. ഏറ്റവും അവൻ കേട്ടാൽ അവന് പ്രയാസമുള്ള പേരാണ് ഒരു തിന്മയിൽ നിന്ന് കുട്ടികളെ തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. ഒരിക്കലും പാടില്ല. ലുക്മാൻ അലൈഹി ഇസ്ലാം, അല്ലാഹു തആല ലുക്മാൻ അലൈഹി ഇസ്ലാം എന്ന പിതാവിൻ്റെ കഥ പറഞ്ഞു തരുന്നത് അതിനാ. യാ ബുനയ്യ, നല്ല പേര് വിളിക്കുക, ഏറ്റവും അവന് ഇഷ്ടമുള്ള ഏറ്റവും നല്ല പേര് വിളിച്ചോ. എന്നിട്ട് ആലോചിച്ച് നോക്കൂ, ഉദാഹരണം എന്താ രസം. ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യതി ബിഹല്ലാഹ്. മോനെ, ഒരു കാര്യം, ആ കാര്യം ചെറുതാണെന്ന് വെക്കുക, നിസ്സാരം, ഒരു മക്കളുടെ ഭാഷയാണിത്, ഖുർആനാണല്ലോ ഇത്, പക്ഷെ ഒരു കുഞ്ഞിനറിയാവുന്ന ഭാഷ, ഒരു കടുകുമണിൻ്റെ അത്രയേ ഉള്ളൂ അത്. എന്നിട്ടോ തകുൻ ഫി സഖറത്തിൻ, അതൊരു വലിയ പാറയുടെ ഉള്ളിലാണെന്ന് വെക്കുക. ഈ ചെറിയ കാര്യം കടുകുമണിൻ്റെ അത്രയേ ഉള്ളൂ. ഒരു തിന്മ നീ ചെയ്തു, അല്ലെങ്കിൽ ഒരു നന്മ നീ ചെയ്തു, അതൊരു കടുകുമണിൻ്റെ അത്രയേ ഉള്ളൂ. അതൊരു പാറൻ്റെ ഉള്ളിലാണ്. ഔ ഫിസ് സമാവാത്ത്, അല്ലെങ്കിൽ ആകാശത്തെവിടെയോ, ആകാശങ്ങളിൽ എവിടെയോ ആണ്. ഔ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയോ ആണ്. യഅതി ബിഹല്ലാഹ്. എന്നാലും മോനെ,
അള്ളാഹു അത് കൊണ്ടുവരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു ഭാഷ എത്ര മനോഹരമാണ്. ഈ ഒരു രീതിക്ക് പൊടുന്നനെ മാറ്റമുണ്ടാകും. ആ ഒരു രീതി ആയിരിക്കണം നമ്മൾ കാണേണ്ടത്. അഥവാ ഞാൻ പറഞ്ഞു വന്നത്, മകന് അല്ലെങ്കിൽ മകൾക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്വാതന്ത്ര്യം നൽകുന്ന അവസ്ഥ ഉണ്ടാകണം എന്ന്. മൂന്നാമത്തേത്, മക്കളെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു നല്ല കാര്യം ചെയ്താൽ അവൻ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. നമുക്കിഷ്ടമുള്ള ഒരു കാര്യം അവൻ ചെയ്തു. നമ്മളെ ഉദാഹരണം, വീടൊക്കെ പല സ്ഥലത്തും അഴുക്കായി കിടക്കുന്നു. അവനൊരു ചൂലൊക്കെ എടുത്ത് അഴുക്കൊക്കെ നീക്കി, അല്ലെങ്കിൽ ഒരു തുണിയൊക്കെ എടുത്ത് അഴുക്കൊക്കെ ഒന്ന് തുടച്ചു. അതൊരു വലിയ വിഷയമാകണം. ഒരു രക്ഷിതാവിൻ്റെയും മക്കളുടെയും ഇടയിലുള്ള ബന്ധമെന്ന് പറയുന്നത് ആ ബന്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ ബന്ധം രൂപപ്പെടേണ്ടത് അവരുടെ ഇടയിൽ ഉണ്ടായിത്തീരുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും പരിണത ഫലമായിട്ടായിരിക്കണം. അങ്ങനെ ഒരു സംഗതി നമ്മൾ കണ്ടാൽ അവനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ മോനൊരു ബുക്ക് വായിച്ചു, നിങ്ങൾ അവൻ ആ ബുക്ക് വായിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് വായിച്ച് ഇങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ കടന്നു വരികയാണ്. ചിലപ്പോൾ അവൻ നിങ്ങൾ കാണാൻ വേണ്ടിയായിരിക്കും നിങ്ങളുടെ മുമ്പ് നിന്ന് വായിച്ചതായിരിക്കും, ആകാം. എന്നാൽ പോലും അങ്ങനെ വിചാരിച്ചു നോക്കി നിങ്ങൾ. എന്നാൽ പോലും നിങ്ങൾ അവനെ ആ വായനയിൽ പ്രോത്സാഹിപ്പിച്ചാൽ, നിങ്ങൾ കാണാൻ വേണ്ടിയാണ് അവൻ വായിച്ചത് എങ്കിൽ പോലും ആ വായന അവൻ സീരിയസ് ആക്കി മാറ്റും. പിന്നെ ആ പ്രോത്സാഹനമാണ് അവൻ ആവശ്യം. ആ പ്രോത്സാഹനം നമ്മൾ നൽകണം എപ്പോഴും. അത് ഏത് രൂപത്തിലാണ് നമുക്ക് നൽകാൻ പറ്റുക, ആ രൂപത്തിലൊക്കെ നമ്മൾ നൽകണം. നാലാമത്തെ വിഷയം, ഈ പ്രോത്സാഹനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ എൻ്റെ മോൻ നല്ലതാണെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ നിൽക്കും. അത് പോരാ. അത് വാക്കുകളിലുണ്ടാകണം, പ്രവൃത്തികളിലുണ്ടാകണം. വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അതാവുകയുള്ളൂ. അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എപ്പോഴും കുട്ടികൾക്ക് സംസാരിക്കുവാനും പറയുവാനുമുള്ള അവസരം നൽകണം. ഈ എല്ലാ രക്ഷിതാക്കളുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് യാതൊരു കഴിവുമില്ല എന്നാണ്. എൻ്റെ മോനൊരു കഴിവുമില്ല. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ മോനെയും കൊണ്ട് രോഗം വന്നിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി നിൽക്കുക. ഡോക്ടറെ അടുത്ത് പോയി, ഈ കുട്ടിയാണല്ലോ വേദന അനുഭവിക്കണേ, അവന് പറയാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കൂല. നമ്മളങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. രോഗമാർക്ക ഇവനാണ്, ചാൻസ് കൊടുക്കൂല, അവസരം കൊടുക്കൂല. അത് പറ്റൂല. ഏതൊക്കെ സമയം നമ്മൾ കാത്തു നിൽക്കണം, അവൻ പറഞ്ഞു തീരട്ടെ, എന്നിട്ട് ബാക്കിയുള്ളതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. അതാണ് വലിയ ഒരു വിഷയം, വലിയൊരു സംഗതി. അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ് അത്. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ആ കുട്ടികളുടെ ഒരു സ്വതന്ത്രമായ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു ഡോക്ടറെ അടുത്ത് മാത്രമല്ല, ഏതൊരു അവസരത്തിലായിരുന്നാലും അവന് അവസരവും സന്ദർഭവും കൊടുക്കണം. അവനൊരു പ്രയാസമുണ്ടായി, പ്രശ്നമുണ്ടായി, നമ്മൾ അവനൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിൽക്കുക. ഒരു അധ്യാപകൻ, അവൻ്റെ സ്കൂളിൽ ഒരു പ്രശ്നമുണ്ടായി, അധ്യാപകൻ വിളിച്ചു, അധ്യാപകൻ്റെ അടുത്ത് കൊണ്ടുപോയി. എപ്പോഴും ഈ പിതാവ് അല്ലെങ്കിൽ മാതാവ് സംസാരിച്ചു തുടങ്ങും, അത് അവസാനിപ്പിക്കണം. അവന് കൂടി സംസാരിക്കാനുള്ള അവസരം നൽകണം. ആ സംസാരിക്കാനുള്ള അവസരം അവനൊരു സ്വതന്ത്രമായ വ്യക്തിത്വം രൂപപ്പെടുത്താനുള്ള കാരണമാകും. അതേപോലെ തന്നെ സാമ്പത്തികമായ വിഷയം, അതാണ് അഞ്ചാമത്തെ കാര്യം. മക്കളെക്കുറിച്ച് നമുക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഗതിയാണ് പൈസയുടെ വിഷയം. പൈസ കുട്ടികളൊക്കെ എന്താക്കും, വേസ്റ്റാക്കും. എപ്പോഴും നമ്മൾ പറയണം, ദുർവ്യയം ചെയ്യും, അമിതവ്യയം ചെയ്യും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അമിതവ്യയം ചെയ്യും, ദുർവ്യയം ചെയ്യും എന്ന് വിചാരിച്ച് ഈ കുഞ്ഞിന് നമ്മൾ ഒരു പൈസയും കൊടുക്കാതെ പിടിച്ചു വെച്ച്, ഒരു നിലക്കും അവൻ ആ രൂപത്തിലുള്ള ഒരു സ്വാതന്ത്ര്യവും നൽകാതെ പിടിച്ചു വെച്ചാൽ സംഭവിക്കുക ഏറ്റവും വലിയ പൊട്ടിത്തെറിയായിരിക്കും. അവനെ നമ്മൾ പരീക്ഷിക്കണം. ഖുർആൻ്റെ പോലും നിർദ്ദേശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യതീമിൻ്റെ കാര്യം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ യതീമിന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ അവനെ പരീക്ഷിച്ചു നോക്കണം. അതൊരു യതീമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല.
മനുഷ്യനെ അങ്ങനെയായിരിക്കണം വളർത്തേണ്ടത്. കുട്ടിയെ നമ്മൾ അങ്ങനെയായിരിക്കണം വളർത്തേണ്ടത്. കുറച്ചൊന്ന് കൊടുത്തു നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കുക. അപ്പം അവൻ തന്നെ സ്വയം അവനെ നിയന്ത്രിക്കുന്ന ഒരു സംഗതി വരും. ഈ 5 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് വളരെ കൃത്യമായി ഞാൻ നേരത്തെ കൊണ്ട് സൂചിപ്പിച്ചു. നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന നിലക്കാണ്. കൊച്ചു കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, അങ്ങനെ ചിന്തിച്ചുകൂടാ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരൂ. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ പിടിച്ച് വളർത്തിയതാണ് ഉസാമയെ. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിന് 17 വയസ്സായ ഒരു സമയം, ഒരു കുട്ടിയാണല്ലോ, 17 വയസ്സ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമയെ ഒരു സൈന്യത്തിൻ്റെ സൈന്യാധിപനാക്കി. ആ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ആ സൈന്യത്തിലെ സാധാരണ സൈനികരാണ് അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും. ആലോചിച്ച് നോക്കുമോ അതിൻ്റെ ഒരു രീതി? നമ്മളെ സമ്മതിക്കുമോ നമ്മൾ? അതിനായിട്ടില്ല, അങ്ങോട്ടൊന്നും പോകാനായിട്ടില്ല, നേതൃത്വത്തിനായിട്ടില്ല എന്ന് അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്നത് നോക്ക് നിങ്ങൾ. ആ ഉസാമയിലുള്ള നേതൃത്വ പാഠവം റസൂലുള്ള മനസ്സിലാക്കുകയും വളർത്തുകയും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നൽകുകയും ചെയ്തു. എവിടെയാണ് നമ്മൾ മാതാപിതാക്കൾ എവിടെ? പിടിച്ചു വെക്കുകയാണ്, അമർത്തുകയാണ്. അതൊരിക്കലും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് പാല് കൊണ്ടുവന്ന് കൊടുത്തു. നബി സാധാരണ നബി കുടിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും? കുടിക്കാൻ കൊടുക്കും. ഇസ്ലാമിൻ്റെ മര്യാദ അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ വലത് ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുത്തു തുടങ്ങേണ്ടത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പാല് കുടിച്ചു. നബി വലത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയവനാണ് എവിടെ ഉള്ളത്? വലത് ഭാഗത്തുള്ളത്. പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴോ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, അബൂ ഹുറൈറയുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ചെറിയ കുഞ്ഞാരാന്നറിയോ? ഇബ്നു അബ്ബാസാ. ഇബ്നു അബ്ബാസിന് അന്ന് 9 വയസ്സാകുന്നേ ഉള്ളൂ. ചെറിയ കുട്ടിയാണ്. മറ്റവരൊക്കെ വലിയ ആൾക്കാരും വലിയ പണ്ഡിതന്മാരും ഒക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസിനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ഇബ്നു അബ്ബാസിനോട് നബി സമ്മതം ചോദിച്ചു. ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ, വലിയ ആൾക്കാരല്ലേ പുറത്തുള്ളത്. ആ സമ്മതം ചോദിക്കുക എന്നുള്ള ആരോടാ സമ്മതം ചോദിക്കുന്നത്? ചെറിയ കുട്ടിനോട്. നമ്മളെന്താ ചെയ്യുക? ആദ്യം വലിയവർക്കൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് എന്താക്കുക? ശരി. അപ്പം എൻ്റെ ഈ വലിയവരും ചെറിയവരും തമ്മിൽ എൻ്റെ ഈ കൊടുതിയിലൊരു വ്യത്യാസം. ആ കുട്ടീൻ്റെ മനസ്സ്, ആ കുട്ടികളുടെ മനസ്സ് എത്ര താഴേക്ക് പോകുന്ന നിങ്ങൾ വിചാരിച്ച്? എത്ര ശക്തമായി താഴേക്ക് പോകുന്നു. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം ചോദിക്കുകയാണ്. ഇബ്നു അബ്ബാസ് സമ്മതിച്ചില്ല. എനിക്കെന്നെ വേണമെന്ന്. അത് ഇബ്നു അബ്ബാസ് പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുകൊണ്ടായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ച ആദ്യം പിന്നെ ഉടനെ എനിക്ക് കുടിക്കണം എന്നുള്ള ആർത്തി കൊണ്ടല്ല, അല്ലാതെ അവരോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലുതാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ ഇബ്നു അബ്ബാസിൻ്റെ അവസ്ഥ എനിക്കറിയാലോ. വലുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, അല്ലാഹുവേ ഈ കുട്ടിക്ക് ഖുർആൻ്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന്. പിൽക്കാലത്ത് നിങ്ങൾക്കറിയാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ തഫ്സീറിൻ്റെ ഏറ്റവും വലിയ തഫ്സീർ പണ്ഡിതനായി മാറിയത്. ഞാൻ പറഞ്ഞു വന്നത്, ചെറുതാണ് എന്നതുകൊണ്ട് അവനെ നിസ്സാരമാക്കുക അതെന്തല്ല, ശരിയല്ല. അതൊക്കെ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഒരുപാട് വിഷയങ്ങൾ റസൂലുള്ളാഹിൻ്റെ ചരിത്രത്തിലൂടെ പോയാൽ നമുക്കത് കാണാൻ സാധിക്കും. അത്ഭുതകരമായ പല ചരിത്രങ്ങളും. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭയങ്കര രസകരമാണ് ഇബ്നു ഉമറിൻ്റെ ചരിത്രം. ബാപ്പയും മോനും കൂടി റസൂലുള്ളാഹിൻ്റെ സദസ്സിലുള്ളതാണ്. എന്ത്? ഉമറും ഉണ്ട്, മോൻ അബ്ദുള്ളയും ഉണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി ഞങ്ങൾക്ക് അറിയാലോ. നബി ഇങ്ങനെ ആളുകളോട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കൽ ചോദ്യരൂപത്തിലാണ് അധികവും. നബിയുടെ സ്വഭാവം അതാണ്. ചോദ്യം ചോദിക്കും. അപ്പം അതിന് സ്വാഭാവികമായിട്ട് അറിയെങ്കിലും അവർ അള്ളാഹു ആലം അല്ലെങ്കിൽ അള്ളാഹു റസൂലുഹു ആലം എന്നൊക്കെയാണ് പറയുക. അത് അവരുടെ ഒരു പിന്നെ മര്യാദയുടെ ഒരു രൂപമാണ്. ഉപ്പയും മോനും ഒരേ സദസ്സിലാണ്. നബി ഒരിക്കൽ അങ്ങനെ പിന്നെ ഒരു സംഭവം പറയാണ്. ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ഒരു ഭാഗവും ഒഴിവാക്കാനില്ല, എല്ലാം ഫലമുള്ളതാണ്. ആ വൃക്ഷം ഉണങ്ങിയാലും ശരിയെന്ന് ഒഴിവാക്കാനില്ല, പച്ചയാണെങ്കിലും ശരി. ഇങ്ങനെ പറഞ്ഞിട്ട് നബി ഒരു വൃക്ഷത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചു, ആ വൃക്ഷം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നബി ഒരു വൃക്ഷത്തെക്കുറിച്ച് പഠിപ്പിക്കാനല്ല, വേറൊരു വിഷയം പഠിപ്പിക്കാനാ. അപ്പോൾ ആർക്കും ഉത്തരം കിട്ടുന്നില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ് ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉത്തരം പറയണം എന്ന് മനസ്സിലുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം മനസ്സിലായി ഏതാണ് വൃക്ഷമെന്ന് പെട്ടെന്ന് മനസ്സിലായി. ചെറിയ കുട്ടികൾക്ക് നമ്മളെക്കാളൊക്കെ ബുദ്ധി ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട സംഗതിയാണ്, ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും കൂടി കുട്ടികളുടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, കേൾക്കണം. സ്വീകരിക്കൽ പിന്നെ കേൾക്കണം. എന്താ വെച്ചാൽ നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടാവും കുട്ടികൾക്ക്. അത് പല കാരണങ്ങൾ അതിനുണ്ട്. ശാസ്ത്രം പറയുന്ന ഒരുപാട് കാരണമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിയായ വേറെ കാരണമുണ്ട്. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കരാണ്, വളരെ നിർമ്മലരാണ്. അവരെ മനസ്സിലൊന്നുമില്ല. ഒരു തരം നമ്മൾ വിചാരിക്കും, നമ്മൾ ചില കുട്ടികളോട് പറയും ഈ കള്ളനാന്നൊക്കെ പറയും. കള്ളനാണോ ഈ എന്നൊക്കെ പറയും. ആരോടാ പറയണെന്നറിയോ? ഇങ്ങനെ നിഷ്കളങ്കമായ നിർമ്മലമായ ഈ കുട്ടിനോട് പറയാണ് നീ കള്ളനാണ് എന്ന്. ഭയങ്കര തെറ്റാണ് നമ്മൾ ചെയ്യണേ, ഭയങ്കര തെറ്റാ. കുട്ടികളോട് പറയും നീ നോണ പറയാണ്, ആ കുട്ടി അതന്നെ കേട്ടിട്ടുണ്ടാവില്ല. അന്നാണ് മൂപ്പരെന്ത് ഇതെന്താ ഈ സാധനം എന്താന്ന് കേൾക്കണത്. ഓ അങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്താണ്? പിന്നെ തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മക്കളെക്കുറിച്ച്. ഈ സദസ്സ് പിരിഞ്ഞപ്പോൾ ഇബ്നു ഉമർ ഉപ്പാൻ്റെ അടുത്ത് പോയി ഉപ്പനോട് പറയാണ്, ഉപ്പ എനിക്കറിയായിരുന്നു റസൂല് ചോദിച്ചപ്പം ഏതാണ് ആ മരം എന്ന് എനിക്കറിയായിരുന്നു, ഞാൻ പറയാതിരുന്നത് ലജ്ജ കൊണ്ടാണ്, മടി കൊണ്ടാണ് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞാടെ മോനെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്നാൽ ആ സദസ്സിൽ നിന്ന് എനിക്ക് പറയായിരുന്നല്ലോ, എൻ്റെ മോന് അത് പറയാൻ പറ്റി എന്ന് എനിക്ക് പറയാമായിരുന്നല്ലോ, എന്തേ നീ പറയാതിരുന്നത് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വളർത്തിയ ഒരു സംസ്കാരം. അത് പിന്നെ നിങ്ങൾ കാണുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിതൻ വളർന്നു വരുന്ന രീതിയാണ്. 11ാമത്തെ വയസ്സ് മുതൽ ഈ സംഭവം നടക്കണം. അദ്ദേഹത്തിന് 11ാമത്തെ വയസ്സിലാണ്. 11ാമത്തെ വയസ്സ് വാപ്പയുടെ ഈ ഒരു പ്രോത്സാഹനം, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം അതാണ്. ഈ ഒരു പ്രോത്സാഹനം വാപ്പാൻ്റെത് കിട്ടിയത് മുതൽ റസൂലുള്ളാഹിന്റെ സദസ്സിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി മാറിയ ആര്? ഇബ്നു ഉമർ. നിങ്ങൾക്കറിയാലോ ഹദീസ് ഇങ്ങനെ ആൻ ഇബ്നു ഉമർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നിസ്സാരമാണ് എന്ന് കരുതുന്ന പലതും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ മക്കൾക്ക് ഒരു സ്വതന്ത്രമായ വ്യക്തിത്വം രൂപപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് കുട്ടിയെ നശിപ്പിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് നമ്മുടേതായ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ രൂപത്തിലുള്ള സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം കുട്ടിക്ക് രൂപപ്പെടുത്താവുന്ന പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടണം. ഒരു കാരണവശാലും അവൻ്റെ വ്യക്തിത്വത്തെ ഇകഴ്ത്തിക്കളയുന്ന, താഴ്ത്തിക്കളയുന്ന, അമർത്തിക്കളയുന്ന, അവൻ്റെ മനസ്സിലുള്ള പല ചിന്തകളെയും പല ആശയങ്ങളെയും തളർത്തിക്കളയുന്ന രൂപത്തിലുള്ള വാക്കുകളോ സംസാരങ്ങളോ വരാത്ത ഒരവസ്ഥ നാം ഉണ്ടാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്വതന്ത്രമായ വ്യക്തിത്വം രൂപപ്പെടുത്തി കുട്ടിയെ പറത്തി വിടാനല്ല ഞാൻ പറയുന്നത്, ചിറകൊക്കെ വെച്ചു കൊടുത്ത് പറത്തി വിടുക എന്നല്ല. അതോടൊപ്പം വിശ്വാസപരമായ ഒരു തർബിയത്ത് നമ്മുടെ മക്കൾക്ക് നമ്മളെപ്പോഴും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ ഒരു സംശയമാണ്, എങ്ങനെയാണ് എൻ്റെ കുട്ടിയെ ഒരു നല്ല വിശ്വാസിയാക്കി ഞാൻ മാറ്റുക? പലരും ചോദിക്കാറുണ്ട്. നല്ലൊരു വിശ്വാസം, എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മോൻ റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലേ? എൻ്റെ മോൻ ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്ന് നിന്ന് എനിക്ക് ദുആ ചെയ്യ്. ഇതൊന്നും ആഗ്രഹിക്കാത്ത ഒറ്റ ഉപ്പയും ഉമ്മയില്ല. എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എവിടുന്ന് ഉണ്ടാകും ഇത്?
നമുക്കറിയാം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യവും നമ്മൾ തന്നെയും നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന രീതിയും ഒക്കെ യഥാർത്ഥത്തിൽ ഇതിന് വിരുദ്ധമാണ്. ഇതിലേക്ക് മക്കൾ എത്തുന്നതിനുള്ള തടസ്സമാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ഏറ്റവും പ്രാരംഭം മുതൽ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ സംശുദ്ധത ബോധ്യപ്പെടുത്തിക്കൊണ്ട് മക്കളെ വളർത്തണം. ബോധ്യപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുകൊണ്ടല്ല കേട്ടോ വളർത്തേണ്ടത്. അത് ഇസ്ലാം സ്വീകരിച്ച രീതി വളരെ മനോഹരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾക്കറിയാലോ, റിവായത്തിൽ ചെറിയ ദുർബലതയുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അവൻ ആദ്യം കേൾക്കേണ്ടത് എന്താ? ആലോചിച്ച് നോക്കൂ, അത് എന്തിനാണ് അങ്ങനെ? ആദ്യത്തെ കേൾവി, നിങ്ങൾ ഏത് മനുഷ്യനും, വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ആളുകൾക്കും എന്താണ് നിർബന്ധമാണ്, എന്ത് ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓടല. എന്തുകൊണ്ടാണത്? അത് നമ്മൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ്. എന്തിനായിരിക്കണം അത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകണം മുസ്ലിം സമൂഹത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഈ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ വളരെ കൃത്യമായി പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഭാഷ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയോടുകൂടി ജനിച്ചു വീഴുന്ന ഈ കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് അവൻ കടന്നു വരുന്ന ഈ ഭൂലോകത്ത് നിന്ന് ആദ്യം കേൾക്കേണ്ട വാക്ക് അല്ലാഹു അക്ബർ എന്നായിരിക്കണം. അതവൻ്റെ മനസ്സിൽ അവിടുന്ന് തുടങ്ങണം. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്സബിയ്യു അമാനത്തുൻ ഇൻദ വാലിദൈഹി. കുഞ്ഞെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ അടുത്ത് അള്ളാഹു ഏൽപ്പിച്ച ഒരു അമാനത്താണ്. നമ്മളിത് നമ്മൾ പറയണേ അല്ല, അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ്. അള്ളാഹു ഏൽപ്പിച്ച ഒരു അമാനത്താണ്. വഖൽബുഹു താഹിർ ജൗഹറത്തുൻ നഫീസത്തുൻ സാദിജ. ആ കുഞ്ഞിൻ്റെ ശുദ്ധമായ മനസ്സുണ്ടല്ലോ, അത് അമൂല്യമായ രത്നമാണ്. അമൂല്യമായ രത്നമാണ് അത്. ആ രത്നത്തിൻ്റെ പ്രത്യേകത ഖാലിയത്തുൻ മിൻ കുല്ലി നഖ്ഷിൻ വസൂറ, എല്ലാ തരത്തിലുള്ള ചിത്രപ്പണികളിൽ നിന്നും മുക്തമാണ് ആ രത്നം. കുട്ടിയുടെ മനസ്സ് എന്ന് അതിലൊരു ചിത്രപ്പണി ഉണ്ടാവില്ല, വളരെ വെള്ളയായിരിക്കും. എന്ന് മാത്രമല്ല ഖാബിലുൻ ലികുല്ലി മാ നുഖിഷ്, നിങ്ങൾ കൊത്തിവെക്കാൻ പോകുന്ന എന്തും സ്വീകരിക്കാൻ ആ മനസ്സെന്തായിരിക്കും? റെഡിയായിരിക്കും. അതാണ് ആ മനസ്സിൻ്റെ പ്രത്യേകത. ഇമാം ഗസാലി എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈൻ അബ്ദൽ ഖൈർ വഅല്ലമഹു നശഅലൈ. ആ നിഷ്കളങ്കമായ ഒരു കൊത്തുപണിയുമില്ലാത്ത അമൂല്യമായ ആ രത്നത്തിൽ, രത്നമാകുന്ന നിങ്ങളുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ നിങ്ങൾ നല്ലത് കൊത്തിയാൽ നിങ്ങൾക്കത് നല്ലതാക്കാം. ചീത്തയാക്കിയാലോ, ചീത്ത കൊത്തിയാലോ ചീത്തയുമാകും. അതാണ് വിഷയം. അത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട. അതുകൊണ്ട് നല്ലത് കൊത്തുക എന്നത് ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് തുടങ്ങണം. ഈമാനികമായ വിശ്വാസം ശക്തമായി ഉണ്ടാകുന്ന രൂപത്തിൽ അവിടുന്ന് തുടങ്ങണം. അല്ലാഹു അക്ബർ അവിടുന്ന് തുടങ്ങി. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെ ഇങ്ങനെ വന്നാൽ വളർന്നു വരുന്ന കുട്ടി, നമ്മുടെയൊക്കെ പണ്ടൊക്കെ നമ്മുടെ ഈ ഉമ്മമാരൊക്കെ കുട്ടികളെ താരാട്ട് പാടിയിരുന്ന പാട്ടിൽ പോലും എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ ഈ തൊട്ടിലിങ്ങനെ ആടിയാൽ തന്നെ കുട്ടികൾ സ്വയം എന്ത് പറഞ്ഞു പോവും? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു പോവും. ആടുകയായിരുന്നു തൊട്ടിൽ വെറുതെ ആടിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ കുട്ടികൾ പറഞ്ഞു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ശക്തമാണ് ആ സംസ്കാരം എന്നറിയോ? പോയി അത് വേറൊരു വിഷയം. ഇന്ന് ആ സ്ഥാനത്ത് ഒരുപാട് പലതും വന്നല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഒക്കെ സ്ഥാനത്ത് പലതും വന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു വ്യത്യാസം കാണുകയാണ്. കുട്ടികളെ താരാട്ട് പാട്ടി ഉറക്കുന്ന അവിടെ പോലും അങ്ങനെ നിങ്ങൾ വന്നു നോക്കൂ. അങ്ങനെ വന്നിട്ട് ഈ ഒരു വിശ്വാസ ശുദ്ധീകരണം കുട്ടികൾക്ക് ഉണ്ടാകാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പരിചയപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയുമാണ്. എപ്പോഴും നമ്മൾ അള്ളാഹിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് പറയാം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താ? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് നരകത്തിലിടും എന്നാണ്. നിസ്കരിച്ചാൽ എന്താന്നായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്.
അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ചല്ല. അള്ളാഹു ഇവിടെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. അതിന് പകരം എപ്പോഴും നമ്മുടെ മനസ്സിൽ വരിക ഈ തരത്തിലുള്ള വളരെ നെഗറ്റീവായ ചിന്തകളായിരിക്കും. അപ്പോൾ അള്ളാഹിനെക്കുറിച്ച് ശിക്ഷ, നരകം എന്നൊക്കെ പറഞ്ഞ് മാത്രം നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിത്രം ചീത്തയാവുകയാണ്. അതിന് പകരം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത്. ആ സ്നേഹം, അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ അള്ളാഹിനെ സ്നേഹിച്ചാൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കും. മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അറിയാതെ അത് കുട്ടികൾ പഠിച്ചു. ഇഷ്ടം സ്നേഹം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് നിനക്കറിയോ? ഏറ്റവും ഇഷ്ടപ്പെട്ട നോക്ക്, റസൂലുള്ളാഹിന്റെ വാക്കിനെ ഇഷ്ടമാണ്. കലിമതാനി ഹബീബതാനി ഇലർ റഹ്മാൻ. നമ്മൾ എന്തേ റസൂലുള്ളാഹിന്റെ ശൈലി സ്വീകരിക്കാത്തത്? രണ്ട് വാക്കുകൾ, ആ രണ്ട് വാക്കുകൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അങ്ങനെ പഠിപ്പിക്കട്ടെ. റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചെന്ന്. എന്നിട്ട് നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു നോക്കൂ, കുട്ടികൾ പറയും സുബ്ഹാനല്ലാഹ്. അതല്ലാതെ എടോ ചെല്ല് നീ സുബ്ഹാനല്ലാഹ് പഠിക്കടോ പോരാ. കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ. റസൂലുള്ളാഹിന്റെ വാക്ക് എത്ര മനോഹര! ഓ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്ക് അല്ലേ? സഖീലത്താനി ഫിൽ മീസാൻ, അള്ളാഹിന്റെ തുലാസിൽ ഭയങ്കര കനം തൂങ്ങുന്ന രണ്ട് വാക്ക്. ഖഫീഫത്താനി ഫിൽ ലിസാൻ, നാവിലാണെങ്കിലോ പറയാൻ എളുപ്പമാണ്, വളരെ ലഘുവായ രണ്ട് വാക്ക്. അങ്ങനെ പറഞ്ഞു നോക്കൂ, അങ്ങനെ പഠിപ്പിച്ചു നോക്കൂ. ആ രൂപത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെക്കുറിച്ചുള്ള വിചാരം, അള്ളാഹുവിനെക്കുറിച്ചുള്ള രൂപം ഈ രൂപത്തിൽ മനസ്സിലുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈ വിശ്വാസപരമായി കുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിനെ നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും കുട്ടികൾ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. എന്തിനാണ് നിസ്കരിക്കണത്? അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകാനാണ്. അള്ളാഹ് ശിക്ഷിക്കും എന്നതുകൊണ്ടല്ല നിസ്കരിക്കണത്, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ, അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ പറഞ്ഞത്? നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കും എന്നൊന്നുമല്ല റസൂലുള്ള പറഞ്ഞു തുടങ്ങി. റസൂലുള്ള നമസ്കാരത്തെ നമുക്ക് ഇഷ്ടമാക്കി തരികയാണ്, മനസ്സിനെ ഇമ്പമാക്കി തരികയാണ്. റസൂലുള്ള ചോദിക്കുകയാണ്, പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട റബ്ബുമായി ഏറ്റവും അടുക്കാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം നിങ്ങൾ നമസ്കാരത്തിലാകുമ്പോഴാ, സുജൂദിലാകുമ്പോഴാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത് നിൽക്കുന്ന സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അദ്ദേഹത്തിന് ഒരു പ്രയാസമോ പ്രതിബന്ധമോ വന്നാൽ ഓടിച്ചെല്ലുക നമസ്കരിക്കാനാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നമസ്കാരം കേവലം ഒരു പ്രവർത്തനമല്ല, മറിച്ച് നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ തീരാൻ ഇഷ്ടപ്പെട്ട, നമ്മളെ സ്നേഹിക്കുന്ന അള്ളാഹു നമുക്ക് നൽകിയ ഒരു മിഅ്റാജിലെ സമ്മാനമാണെന്ത്? നമസ്കാരം. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്ത് രസമായിരിക്കും നമസ്കരിക്കും നമ്മളറിയാതെ. നമ്മളെപ്പോഴും അറിയണം, നമ്മൾ കുട്ടികളെയും നമ്മളെയും ഒക്കെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അള്ളാഹുമായുള്ള ബന്ധം ഏറ്റവും ശക്തമാവുക നമസ്കാരം കൊണ്ട് മാത്രം. അത്ര ഇഷ്ടമാണ് അള്ളാഹ്ക്കത്. നിസ്കാരമാണ് ബന്ധം ശക്തമാക്കുക. അതുകൊണ്ട് നമസ്കരിച്ച് കൊണ്ട് കുട്ടികൾക്ക് അള്ളാഹുവുമായി ബന്ധമുണ്ടാകണം, നമസ്കാരത്തിലൂടെ ബന്ധമുണ്ടാകണം. നമസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കണം നമസ്കാരം പഠിപ്പിക്കപ്പെടേണ്ടത്, ശീലിക്കപ്പെടേണ്ടത് അങ്ങനെയായിരിക്കണം. റസൂലുള്ള അടിക്കാൻ പറഞ്ഞത് എപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അടി എന്നുള്ളത് റസൂലുള്ള പഠിപ്പിച്ച ഒരു രീതിയല്ല. 7-ാമത്തെ വയസ്സിൽ പറഞ്ഞു തുടങ്ങണം, 10-ാമത്തെ വയസ്സ് വരെ പറയണം, 10 കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാവൂ? അടിക്കാവൂ. അത് ഏത് രക്ഷിതാവിനെ അടിക്കാനുള്ള അധികാരം എന്ന് നിങ്ങൾ 7 വയസ്സ് മുതൽ 7, 8, 9, 10 ഈ കൊല്ലം മുഴുവൻ പറഞ്ഞ രക്ഷിതാവിനെ എന്ത് ചെയ്യുള്ളൂ? അല്ലാത്തവൻ വടിയെടുക്കരുത്, അടിക്കാനായിട്ടില്ല, പറഞ്ഞ എണ്ണം തീർന്നിട്ടില്ല. ഈ എണ്ണം കറക്റ്റായാൽ മോൻ റെഡി ആയിരിക്കും. എൻ്റെ കുട്ടി എന്തുകൊണ്ടാണ് നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ കൃത്യ. എന്താ പറഞ്ഞത്? ശരിയായിട്ടില്ല, എണ്ണം കൃത്യമായിട്ടില്ല. എണ്ണത്തിനൊരു കണക്കുണ്ട്, മനസ്സിലായില്ലേ? ഈ 7 മുതൽ 10 വരെയുള്ള 3 വർഷം ഒരു ദിവസം 5 പ്രാവശ്യം മോനോട് പറയണം എന്ത്? നിസ്കരിക്കാൻ. എത്ര ദിവസം ഉണ്ട് എന്ന് കൂട്ടി നോക്കൂ, എന്നിട്ട് 5 കൊണ്ട് ഗുണിച്ചു നോക്കൂ. അത്രയും വട്ടം നമ്മൾ പറഞ്ഞിട്ടില്ല.
നമ്മൾ തോന്നുമ്പോൾ പറഞ്ഞതാ. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് നമ്മളെന്ത് ചെയ്ത് പറഞ്ഞ്. നമ്മൾ നിസ്കരിക്കാത്ത വേറെ ഒരുപാട് പറഞ്ഞിട്ടില്ല. എണ്ണം കണക്കായിട്ടില്ല, അതാ പ്രശ്നം. എണ്ണം കണക്കായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, എല്ലാത്തിനും എണ്ണം കണക്കാണ്ടേ, ദിവസം കണക്കാണ്ടേ. ഒരു മാങ്ങ പൊഴുക്കണമെങ്കിൽ എന്ത് വേണം? മാങ്ങ വിരിഞ്ഞ ഉടനെ പൊഴുക്കോ? എന്നൊരു സമയല്ലേ, ദിവസല്ലേ, എണ്ണമുണ്ടല്ലോ ആ ദിവസം. അതിന് മുമ്പ് മാങ്ങ പൊഴുക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? തേങ്ങ വിളയോ? ഇല്ല, തേങ്ങ വിളയാനൊരു സമയമുണ്ട്. അതേപോലെ ഈ കുട്ടികളൊക്കെ അതേമാതിരി ഒരു സാധന. ഇത് വിളയണമെങ്കിൽ, നിങ്ങൾക്കിഷ്ടമുള്ള വിളയായി ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് സമയമുണ്ട്. ആ സമയം, അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. അങ്ങനെ അള്ളാഹുമായുള്ള ഒരു ബന്ധം നമസ്കാരത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, വിശ്വാസപരമായ വിഷയത്തിൽ പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സൽ വിചാരം, ഹുസ്നുൽ ലൊന്ന് ഉണ്ടാക്കണം അള്ളാഹിനെ കുറിച്ച്. എന്താ ഹുസ്നുൽ ലൊന്ന് എന്ന് പറഞ്ഞാൽ? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ ഒരു അള്ളാഹുവിനെതിരെയുള്ള ഒരു ചിന്തയല്ല ഉണ്ടാണ്ട്, മറിച്ച് ആ വിഷയങ്ങളുടെയൊക്കെ എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ചെയ്തു എന്ന് നമുക്ക് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും അത് പഠിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഉത്തരം മുട്ടും. അപ്പോൾ അള്ളാഹിനെ കുറിച്ച് മോശമായി കുട്ടികൾ വിചാരിക്കുകയും ചെയ്യും. ഒരു വല്ലാത്ത വിഷയമാണ്, വല്ലാത്തൊരു വിഷയമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കുട്ടികൾക്കൊരു പ്രയാസം വന്നു. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 4 മക്കളുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടി മരിച്ചു നിൽക്കുക. സ്വാഭാവികമായി കുട്ടികളൊപ്പം കളിച്ചിരുന്ന ഈ കുഞ്ഞ് മരിക്കുമ്പോൾ മറ്റേ കുട്ടികൾക്കൊക്കെ തോന്നും, എന്തേ ഇപ്പോൾ അങ്ങനെ മരിക്കാൻ? ഉപ്പാൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്തേ നമ്മളെ മോൻ മരിച്ചത്? അത് അള്ള മരിപ്പിച്ചതാ. മറുപടിയാ, എന്തിനാ അള്ള മരിപ്പിച്ച്? നമുക്ക് ഒന്നിച്ച് കളിക്കണ. പിന്നെ അപ്പുറത്തേക്ക് ഇങ്ങനെ മറുപടി പറയാനില്ല. സ്വാഭാവികമായിട്ട് കുട്ടികളുടെ മനസ്സിൽ അള്ള മരിപ്പിച്ചൂലേ? ഞാനിത് ഒരു കേവല ഉദാഹരണമല്ല, ഇത് സംഭവമാണ് ഈ പറയുന്നത്. ഞാൻ അള്ള മരിപ്പിച്ചൂലേ? എന്തിനാണ് അള്ള മരിപ്പിച്ചത്? ഞങ്ങളെ കുഞ്ഞുമോനെ എന്തിനാണ് അള്ള കൊണ്ടുപോയത്? ബാക്കിയൊന്നും പറയാൻ രക്ഷിതാവിനെ അറിയാത്തതുകൊണ്ട് അവിടെ നിന്നു കുട്ടിയുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത വിചാരമുണ്ടായി. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത്. ഹുസ്നുൽ ലൊന്ന് ഒരു വിഷയമാണ്. ഹുസ്നുൽ ലൊന്ന് ബില്ലാ എന്ന് പറഞ്ഞു. നമ്മളായാലും മക്കളുടെ മനസ്സിലായാലും അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം, ആ സൽവിചാരം അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ രൂപപ്പെടണമെങ്കിൽ എന്തിനാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്, എന്തിനാണ് അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തിയത് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാകണം. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവൂല. അപ്പം അതുകൊണ്ട് കുട്ടികളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ദുഷ്വിചാരം, ചീത്ത വിചാരമുണ്ടാകും. അത് ഗൗരവമുള്ള ഒരു സംഗതി. നിങ്ങൾക്കറിയാം ഹുസ്നുൽ ലൊന്നിൻ്റെ ഗുണം എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നന്മ വിചാരിച്ചാൽ നമുക്ക് എന്താ കിട്ടാനുള്ളത്? നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണല്ലോ. റസൂലുള്ള പഠിപ്പിച്ച ഒരു സംഗതിയാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ വിചാരിച്ചാൽ, നല്ലത് മാത്രം വിചാരിച്ചാൽ അള്ളാഹു നമ്മുടെ വിചാരണ എളുപ്പമാക്കി തരും. അതല്ലേ നമ്മൾ ഏറ്റവും വലിയ വിഷയമായിട്ടുണ്ടാകുക. കാരണം അള്ളാഹുവിനറിയാം അവനെക്കുറിച്ച്. ഞാൻ എന്ത് പരീക്ഷിച്ചിട്ടും അവൻ എന്ത് ചെയ്ത്? അള്ളാഹിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിച്ചു. പിന്നെ അവന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമ്മാനമാണ് വിചാരണ എളുപ്പമാവുക എന്ന്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ എന്തിനാ എന്ന് നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കി നമ്മൾ മക്കളെ പഠിപ്പിക്കണം. അതെന്തിനാ? അത് അല്ലാഹു തആല നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട സംഗതി. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ ഒന്നാമത്തെ നമസ്കാരം, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സല. രണ്ടാമത്താണ് നമസ്കാരം. ഒന്നാമത്തെ എന്താ? സബർ. എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? സ്വലാത്ത് പോലെയുള്ള ഒരു ഇബാദത്താണ് എന്ത്? സബർ. അതുകൊണ്ടാണ് ഒന്നിച്ച് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി. സ്വലാത്ത് പോലെയുള്ള ഒരു ഇബാദത്താണ് എന്ത്? സബർ. നമ്മൾ മക്കളിത് ഇങ്ങനെ പഠിപ്പിക്കാനേ വേണം. എന്തിനാണ് മോനെ അള്ളാഹു അത്തരത്തിലുള്ള ഒരു പരീക്ഷണം തന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. സബർ എന്ന ഇബാദത്ത് അതാണ്, അതിലെ വിഷയമാണ്. സബർ എന്ന ഇബാദത്ത് ഞാൻ ചെയ്യുമോ ഇല്ലയോ എന്നല്ല പരീക്ഷിക്കാം. സബർ എന്തല്ല? നിർബന്ധമല്ല. നിസ്കാരം എന്താണ്? കൃത്യമായി എണ്ണം നിശ്ചയിച്ച് നിർബന്ധമാണ്. സബർ അല്ല പരീക്ഷിക്കുക. ഉബൂദിയത്ത് സബർ എന്നത് എത്ര ഉണ്ട് പരീക്ഷിക്കുക. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കറിയാലോ,
സൈനബിൻ്റെ മോൻ മരിക്കണ സന്ദർഭം, റസൂലുള്ളാഹിൻ്റെ മകൾ സൈനബിൻ്റെ മകൻ മരിക്കണ സന്ദർഭം, വാപ്പൻ്റെ അടുത്തേക്ക്, വാപ്പ റസൂലുള്ളാഹിയാണ്, വാപ്പൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. കുട്ടിക്ക് മരണവേദന തുടങ്ങിയപ്പോൾ ബാപ്പ വേറെന്തോ ഒരു ബേജാറിലായിരുന്നു, ദീനൊക്കെ പറഞ്ഞു കൊടുക്കണ. അപ്പോൾ പറഞ്ഞു, സാരല്ല, അവളോട് പറയും, ഉപ്പ അവൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കാൻ പറയും എന്ന് പറഞ്ഞു. ഈ വന്ന ആൾ ചെന്ന് പറഞ്ഞു മോളോട്, സൈനബിനോട്, വാപ്പ അങ്ങനെ പറഞ്ഞേ. സൈനബ്, അള്ളാണ് സത്യം, ഉപ്പ ഇവിടെ വന്നേ തീരുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഈ വന്ന ആൾ തിരിച്ചപ്പുറത്ത് എന്ന് പറയാ റസൂലുള്ളാഹിനോട്, ഇങ്ങനെയാണല്ലോ മോള് പറഞ്ഞത്. ഉടനെ നബി എഴുന്നേൽക്കുക, കൂടെ ഒരുപാട് ആൾക്കാരും. അങ്ങനെ ചെല്ലുമ്പോൾ നബി കാണുന്ന കാഴ്ച എന്താ അറിയോ? സൈനബിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഈ കുട്ടിയുടെ അവസാനത്തെ ശ്വാസം ഇങ്ങനെ പോവുക. സൈനബ് കുട്ടിനടുത്ത് റസൂലുള്ളാഹിൻ്റെ കയ്യിൽ കൊടുത്തു. നബിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് കുട്ടി. അവസാനത്തെ ശ്വാസം പോകുമ്പോൾ നബിയുടെ മടിയിലാണ്. നബിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഒലിച്ചു. അപ്പോൾ കൂടെ പലരുമുണ്ട്, സഹാബികൾ പലരുമുണ്ട്. പലരും ചോദിച്ചു, റസൂലുള്ളാഹ് എന്ന് വിളിച്ചു. റസൂലേ, നിങ്ങൾ കരയേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു വല്ലാത്ത ഒരു രംഗമാണ്. എന്നിട്ട് ഈ മരിച്ച മയ്യത്ത്, ഈ കുട്ടീനെ റസൂലുള്ളാഹ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് സൈനബിന് കൊണ്ടേ കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. കൊണ്ടേ കൊടുക്കുമ്പോൾ നബി പറയുന്ന ഒരു വാചകം, നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കണം. ഇതൊക്കെ മക്കളെ പഠിപ്പിക്കണം. അപ്പോഴേ നമുക്ക് നല്ല കുട്ടികളുണ്ടായിത്തീരുള്ളൂ. മോളെടുത്ത് കൊണ്ടേ കൊടുക്കുക. എന്തിന്? മോൻ്റെ മയ്യത്ത് കൊണ്ടേ കൊടുക്കുക. എന്നിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ പറയാ, മോളെ എന്താ, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത. അതെ, ഇന്ന ലില്ലാഹി മാ അഖദ, നമുക്ക് അള്ളാഹു എന്തെങ്കിലും തന്നിട്ട് അത് എടുത്താൽ അതാരതാ? അള്ളാഹിൻ്റെതാണ്. അതിൻ്റെ അവകാശി അള്ളാഹുവാണ്. നമുക്ക് തന്നിരുന്നു, പക്ഷെ പിന്നെ അള്ള എന്താക്കി? എടുത്തു. വലഹു മാ അഅത. ഇനി അള്ള തിരിച്ചെടുക്കാതെ നമുക്ക് എന്തെങ്കിലും തന്നു നിൽക്കുക, അതിൻ്റെ അവകാശി ആരാണ്? അള്ളാഹുവാണ്. എന്നിട്ട് പറഞ്ഞ വാചകാരസം. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ് മോളോട്, മോളെ അതുകൊണ്ട് ഫൽ നസ്ബിർ, നമുക്ക് രണ്ടാക്കും സബർ കാണിക്കാം. ഞാൻ അടുത്ത വാചകം, അപ്പോഴാണ് നമുക്ക് എന്താണ് സബർ എന്ന് മനസ്സിലാക്കുക. അടുത്ത വാചകം എന്താ? വൽ നഹ്തസിബ്. നമുക്ക് എന്താ ഇഹ്തസബ എന്ന് പറഞ്ഞാൽ? മൻ ഖാമ ഈമാനൻ വഹ്തിസാബ് എന്നൊക്കെ നമ്മൾ റമദാനിൽ കേട്ടിട്ടില്ലേ? ഇഹ്തസബ എന്ന് പറഞ്ഞാൽ കൂലി ആഗ്രഹിക്കുക. എന്തിന് കൂലി? ഈ സബറിന്. ഫൽ നസ്ബിർ വൽ നഹ്തസിബ്. മോളെ, നമുക്ക് ക്ഷമിക്കാം. വെറും ക്ഷമയല്ല, കാലി ക്ഷമയല്ല. ആൾക്കാരൊക്കെ വേദന വന്ന ഞാൻ സഹിച്ചോളാം, അതല്ല. ഇതെന്താ? വൽ നഹ്തസിബ്. ഈ ക്ഷമക്ക് അള്ളാഹുവിനോട് നമുക്ക് പ്രതിഫലം ആഗ്രഹിക്കാം. ആഗ്രഹിച്ചുകൊണ്ടുള്ള ക്ഷമ. നമ്മളെപ്പോഴും ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം നമ്മളിലും മക്കളിലും ഒക്കെ ഉണ്ടാകാൻ നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കേണ്ട ഒരു സംഭവമാണ് ഇത്. അള്ളാഹു നമ്മുടെ സബർ എത്രയുണ്ട് എന്നറിയാനാണ് പരീക്ഷിക്കുന്നത്. ആ സബർ ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിൽ നമ്മൾ എത്ര വിജയിക്കുമെന്ന് അള്ളാഹു പരിശോധിക്കുകയാണ്. നമസ്കാരം എന്ന ഇബാദത്ത് പോലെ തന്നെയാണ് സബറും. നമസ്കാരം എന്നത് ഫർളും വാജിബും ഒക്കെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും സബർ അള്ളാഹു ഐച്ഛികമായി മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി തന്ന ഇബാദത്താകുന്നു. അതിനു വേണ്ടിയാണ് നമുക്ക് പ്രയാസം. അപ്പോൾ നമുക്ക് അള്ളാഹിനെ കുറിച്ച് എന്ത് പാടില്ല? ദുഷ്വിചാരം പാടില്ല. കാരണം എന്താ? കൂടുതൽ ഇബാദത്ത് ചെയ്യാനാണ് കൂടുതൽ എന്ത് വരിക? പരീക്ഷണം വരിക. സബർ എന്ന ഇബാദത്ത് കൂടുതൽ ചെയ്യാനാണ് കൂടുതൽ. അപ്പോൾ അതാണ് വിഷയം. പക്ഷെ അത് നമുക്ക് എന്താ അറിയില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പറഞ്ഞു കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് മോനെ അതോ അള്ള മരിപ്പിച്ചു, നമ്മളെ കുഞ്ഞുമോനെ അള്ള മരിപ്പിച്ചു എന്നാ പോരാ. അള്ള മരിപ്പിച്ചത് എന്തിനാ? എന്തൊക്കെ കഥയെ ഇനി പറഞ്ഞു കൊടുക്കാനുള്ളത്? ആ കുഞ്ഞുമോനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം? പക്ഷെ നമുക്ക് പലപ്പോഴും അറിയില്ല. അതുകൊണ്ട് നമ്മളവിടെ നിർത്തും. ആ കുഞ്ഞുമോൻ എവിടെ ഉണ്ട്? ആ കുഞ്ഞുമോൻ സിറാത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കാത്തു നിൽക്കല്ലേ? പറഞ്ഞു കൊടുക്കണ്ടേ കുട്ടികൾക്ക്? ഹിസാബിനെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ആ സിറാത്ത് മേലെ ആ കുഞ്ഞുമോൻ ഇങ്ങനെ കാത്തു നിൽക്കുക, നമ്മളെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. യാ അല്ലാ, തീർന്നില്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഈമാനും കുട്ടികളിൽ എന്താക്കണം? ഈ രൂപത്തിൽ വളർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്നേഹവും ഇഷ്ടവും കുട്ടികളിൽ ഉണ്ടാക്കണം.
ഖുർആനെ കുറിച്ചുള്ള മഹത്വം കുട്ടികളുടെ മനസ്സിലുണ്ടാകണം. യൗമുൽ ആഖിറത്തിനെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കണം. പരലോകത്തെക്കുറിച്ച് കുട്ടികളുടെ മനസ്സിലാകണം. സർവോപരി നിങ്ങളറിയോ, ഈമാൻ കാര്യത്തിലെ അവസാനത്തെ കാര്യം നമ്മൾ ആരും മക്കളെ പഠിപ്പിക്കാറില്ല. അത് ശക്തമായി പഠിപ്പിക്കണം. അപ്പോഴേ കുട്ടികൾക്ക് ശക്തി കിട്ടും. അതെന്താ? ഖൈറും ഷർറും ആരെടുത്തുന്ന? ഖൈറും ഷർറും അള്ളാൻ്റെ ഇരുന്ന. പക്ഷെ അപ്പം വേറൊരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തതിനൊന്നും കുട്ടികളെ ചീത്ത അറിയാൻ പറ്റില്ല. മനസ്സിലായി? ഇപ്പം എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് വീണ് ഉടഞ്ഞാൽ എടാ നീ ആ ഗ്ലാസ് പൊട്ടിച്ചൂലേന്നാ. ഗ്ലാസ് അവൻ പൊട്ടിച്ചതല്ലല്ലോ. ആണോ? പൊട്ടിച്ചതല്ല. അവൻ ഗ്ലാസ് പൊട്ടിച്ചിട്ടില്ല. ഗ്ലാസ് അവൻ്റെ കയ്യിൽ നിന്ന് ഓൻ എറിഞ്ഞു പൊട്ടിച്ചതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? അല്ലല്ലോ, പറഞ്ഞുകൂടാ. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ വിശ്വാസം നമുക്കുണ്ടാകണം. നേരെ മറിച്ച് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആക്ഷേപമാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എല്ലാ ഫിത്നകളുടെയും അടിസ്ഥാനവും എന്താണ്? ആക്ഷേപമാണ്. എന്തിനും ബ്ലെയിം ചെയ്യാം, ആരാന്ന് നോക്കാതെ അങ്ങേയറ്റത്തെ ആക്ഷേപങ്ങൾ. ഇത് നമ്മൾ അവസാനിപ്പിക്കണം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ കുട്ടികൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. സൗകര്യം, ഞാൻ ആ വാചകം അങ്ങനെ തന്നെ പറയണേ. ഖുർആൻ പഠിക്കാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞാൽ പോരാ. നമ്മളങ്ങനെ എന്താ വെച്ചാൽ ഖുർആൻ ഓതിയില്ലേ? ഖുർആൻ അല്ല, സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഖുർആൻ പഠിക്കാൻ സൗകര്യം വേണം. മറ്റേതിനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ? ട്യൂഷന് സൗകര്യം, പോയി ട്യൂഷന് പോയിക്കോന്നല്ലല്ലോ പറയണേ. സൗകര്യം ഉണ്ടാക്കുക. നല്ല ട്യൂഷൻ ടീച്ചർ എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ കൊണ്ടേക്കാണ്. എന്നിട്ട് വേണമെങ്കിൽ ഇവനെ കൊണ്ടേ വിടും, തിരിച്ചെടുക്കും, ഒക്കെ ചെയ്യും. ഖുർആൻ്റെ വിഷയത്തിൽ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. സൗകര്യം ചെയ്തു കൊടുക്കില്ല. ഖുർആൻ വേണമെങ്കിൽ പഠിച്ചോ എന്നല്ല. നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, നമ്മൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനാ. അത് ഞാൻ വെറുതെ പറയണല്ല. റസൂലുള്ളാഹി ഖൈറുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമല്ല. നിങ്ങളെ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിച്ചവരും പഠിപ്പിച്ചവരുമാണ് എന്ന വാചകം കൊണ്ട് മാത്രമല്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ, വളരെ കൃത്യമായി പറഞ്ഞാൽ, ഏത് മനുഷ്യൻ്റെയും ബ്രെയിനിൻ്റെ സെല്ലുകളെ ഉജ്ജീവിപ്പിക്കാൻ, വളർത്താൻ, ശക്തി നൽകാൻ, മെമ്മറി പവർ നൽകാൻ കഴിവുള്ള ഏറ്റവും നല്ല സിദ്ധൌഷധമാണ് എന്ത്? ഖുർആൻ. ആ ഖുർആൻ്റെ പ്രത്യേകത. അത് നിങ്ങൾ ഖുർആൻ കാണാതെ പഠിച്ച കുട്ടികളുടെ രീതിയും സ്വഭാവമൊക്കെ നോക്കി ഏറ്റവും നല്ല ബുദ്ധി സാമർഥ്യമുള്ളത് ആ മക്കളായിരിക്കും. ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്ര ശക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കലാമാണ്. അതുകൊണ്ടാണ്, അല്ല നമ്മളുടെ ഒരു പ്രത്യേകത എന്നുള്ളത് അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കണം. ഖുർആൻ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഈ രൂപത്തിലുള്ള ഒരവസ്ഥ, ഒരു വളർത്തലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും ഗുണപ്രദമായ സംഗതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അവസ്ഥ, അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. കുട്ടികളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വതന്ത്രമായ വ്യക്തിത്വം കുട്ടികളിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കണം. അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിലൂടെ കുട്ടികളെ വളർത്തിയെടുക്കണം. അതോടൊപ്പം തന്നെ സ്നേഹമായിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ട ഏറ്റവും നല്ല വൈകാരികമായ അനുഭവം. സ്നേഹത്തിലൂടെ കുട്ടികളെ വളർത്തും. മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം, ഞാൻ തന്നെ ചില ഉമ്മമാരൊക്കെ പറയുന്നുണ്ടല്ലോ, എടോ നിന്നെ പെറ്റുപോയി, അതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റ്. നിങ്ങൾക്കറിയാം ആ വാചകത്തിൻ്റെ വലിപ്പം എന്താന്നുള്ളത്? എന്തൊക്കെ വീണുടഞ്ഞു പോയതെന്നറിയോ? ഇനി എന്ത് ചെയ്തിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് വീണുടഞ്ഞു പോയത്? ആകെ പോയി. ഇത് വാക്കല്ല. ഈ ചില രക്ഷിതാക്കളുടെയൊക്കെ ഒരു നോട്ടുണ്ട് മക്കളുടെ നേർക്ക്. എവിടുന്ന് കിട്ടിയതായിരിക്കും അറിയില്ല. ആ നോട്ടൊക്കെ കണ്ടാൽ സുബ്ഹാനല്ലാഹ്. നേരെ മറിച്ച് നമ്മൾ ആരായിരിക്കണം? നമ്മുടെ നോട്ടത്തിൽ പോലും, നമ്മുടെ പെരുമാറ്റത്തിലും നോട്ടത്തിലും പ്രവർത്തനത്തിലും ഒക്കെ സ്നേഹം മുഴച്ചു നിൽക്കണം. കുട്ടികളോടുള്ള സ്നേഹിച്ച് വേണം കുട്ടികളെ കീഴടക്കാൻ. അങ്ങനെ കീഴടക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതൊരു വലിയ വിഷയമാണ്. എങ്ങനെ സ്നേഹിക്കണം എന്ന് വെച്ചാൽ, ഏതൊക്കെ രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ സ്നേഹിക്കണം.
അത് പെരുമാറ്റം കൊണ്ടായാലും വാക്കുകൊണ്ടായാലും അനുഭവം കൊണ്ടായാലും. ഇനി വേറൊരു സംഗതി പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഈ സ്നേഹം എന്നത് നമ്മളറിയാതെ നമ്മൾ മക്കളെ സ്നേഹിച്ചാൽ അത് മക്കളുടെ മനസ്സിലെത്തും, അവർക്കേ തിരിച്ചും കിട്ടുള്ളൂ. ചില രക്ഷിതാക്കളൊക്കെ പറയാറുണ്ട്, എൻ്റെ മോൻ എന്നോട് തീരെ സ്നേഹമല്ല, ഉമ്മാനോടാണ് സ്നേഹം, ഓൻ്റെ ഉമ്മാനോടാ സ്നേഹം, ഉപ്പാനോട് തീരെ സ്നേഹമല്ല എന്നാ. നമ്മൾ തന്നെയാണ് പറയേണ്ടത്, നമ്മൾ തന്നെയാണ് പറയേണ്ടത്. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. എവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സംഗതി ഗൗരവമുള്ളൊരു വിഷയമാണ്, ചില്ലറ സംഗതിയല്ല. ഒരാക്ഷേപമായി പിതാക്കൾ പറയാറുള്ളൊരു വിഷയമാണത്. അല്ലെങ്കിൽ ചില മാതാക്കൾ പറയുമ്പോൾ അവൻ്റെ ഉപ്പാനോടാണ് എനിക്ക് സ്നേഹം, ഞാൻ അവനെ പ്രസവിച്ച് എന്നിട്ടും എന്നൊക്കെ പറയും. ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന സാധനമാണ് എന്ത്? സ്നേഹം എന്നുള്ളത്. അത് കൊടുത്ത അത്രയല്ല, അതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടും, പലിശ അടക്കം തിരിച്ചു കിട്ടും. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. പക്ഷെ ആ സ്നേഹം എന്താണെങ്കിൽ നല്ല സ്നേഹമാണെങ്കിൽ, അഭിനയമൊന്നും അല്ലാത്ത നല്ല സ്നേഹമാണെങ്കിൽ, അപ്പോൾ ആ സ്നേഹത്തിലൂടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വളർത്തേണ്ടത്. പിന്നെ ഇസ്ലാമിൻ്റെ മര്യാദ തന്നെ എന്താണെന്ന് പറയുന്നത്? സ്നേഹം വിളിച്ചു പറയണം എന്നാ. എൻ്റെ മോനോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കുമോ എന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് ഇങ്ങനെ വന്നാൽ നിങ്ങളെ മോനെ എൻ്റെ മോനോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കുമോ, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷേ പോരാ, ഒന്ന് പറയണം, മോനെ ഉപ്പാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്നേഹമാണ് കേട്ടോ. പറഞ്ഞാലും പോരാ, ചില സംഗതികളുണ്ട് വാക്കിനേക്കാൾ വലുതാണ് എന്ത്? പ്രവർത്തനം. ഒന്ന് ചിരിച്ചാൽ മതിയാവും, ഒന്നിങ്ങനെ അടച്ചു പൂട്ടിയാൽ മതിയാവും, ഒന്ന് ചുംബിച്ചാൽ മതിയാവും, അല്ലേ? എൻ്റെ മോൻ നല്ല മോനാണ് എന്ന് തോന്നുന്ന ഒരു ആക്ഷൻ, അതാണ് ആക്ഷൻ. വളരെ പ്രധാനമാണ്. എന്നുവെച്ചാൽ അതേ പറഞ്ഞത്, നാവ് കൊണ്ടല്ല, ബോഡി ലാംഗ്വേജ് കൊണ്ട് എന്ത് ചെയ്യാം? സ്നേഹിക്കാം. ആ സ്നേഹത്തിനാണ് നാവ് കൊണ്ടുള്ള സ്നേഹത്തെക്കാൾ ശക്തി ഉണ്ടാവുക. എന്താ റസൂലുള്ളാഹിന്റെ ചരിത്രം ഈ വിഷയത്തിലൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവെക്കാത്ത, റസൂലിൻ്റെ ഈ അനുഭവങ്ങളില്ലാത്ത ഒരൊറ്റ സംഗതിയും നമുക്ക് പറയാനുള്ള മക്കളെ വളർത്തുന്ന വിഷയം. എല്ലായിടത്തും അങ്ങനെ. എന്തൊക്കെ രസമാണ് എന്നറിയാം, എന്തോ രസമാണ് ആ റസൂലുള്ളാഹിന്റെ സ്നേഹം. മക്കളോടുള്ള സ്നേഹവും സമൂഹത്തോടുള്ള സ്നേഹവും ഒക്കെ നമ്മൾ അതീവ രസത്തോടു കൂടി മാത്രം കേൾക്കേണ്ട സംഗതിയാണ്. എന്ന് വെച്ചാൽ അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധത്തിന് എന്തുള്ളൂ? നമുക്കറിയാലോ, അത് സാമ്പത്തിക ബന്ധം പ്രശ്നം ഉണ്ടായപ്പോൾ വേറെ ഏത് ബന്ധം, നേരെ വെച്ച് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ബന്ധവും നല്ല ബന്ധമായിരിക്കും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏറ്റവും ഗുരുതരമായ ഒരു സംഗതി ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. എന്താ? പ്രായപൂർത്തിയായാൽ നമ്മുടെ മക്കളൊക്കെ ആരുടെയോ ഒപ്പം പോവുക. എന്താ വിഷയം? അവിടെയാണ് വിഷയം. സ്നേഹമാണ് വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു പദമായി സാധാരണ പറയുന്ന ഒരു പദമുണ്ടല്ലോ, സാധാരണ യുവാക്കളും യുവതികളും പരസ്പരം പറയുന്ന ഒരു പദമുണ്ടല്ലോ. ആ പദം യഥാർത്ഥത്തിൽ ആ പദം പോലും ഒരു 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 മാന്യതയില്ലാത്ത പദമാണോ എന്ന് പറയുന്നൊരു വിചാരിക്കുന്ന രൂപത്തിലേക്ക് എത്തിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്നേഹം എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു പേടിയാണ്, അല്ലേ? ഇനി ആ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയുള്ള ചില പദങ്ങളുണ്ട്. ആ പദം തന്നെ ഒരു മോശമാണെന്നുള്ളിടത്തേക്ക് എത്തി. മക്കളൊക്കെ അങ്ങനെ പോയി, എൻ്റെ പിന്നാലെ പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ പോയത്? ഇവിടുന്ന് സ്നേഹം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. ഇവിടുന്ന് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് അപ്പുറത്തൊരു സ്നേഹം ഉണ്ട് എന്ന് തോന്നിയപ്പോൾ അങ്ങോട്ട് ഓടിയത്. ആണായാലും പെണ്ണായാലും ഇപ്പുറത്തൊരു സ്നേഹം ഉണ്ടെന്ന് പോയപ്പോൾ തോന്നിയപ്പോൾ അങ്ങോട്ട് ഓടിയത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നല്ല മാതാവ് അല്ലെങ്കിൽ ഒരു നല്ല പിതാവ് ഈ മക്കൾക്ക് ഈ സ്നേഹം ഇഷ്ടം പോലെ ചൊരിഞ്ഞു കൊടുക്കുന്ന, എന്തോരിഷ്ട, എൻ്റെ ഉമ്മക്ക് എന്നെ എന്തിഷ്ട, എൻ്റെ ഉപ്പാക്ക് എന്തിഷ്ടമാണ് എന്ന് പറയുന്ന ഒരു മകനിൽ നിന്ന്, ഒരു മകളിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സഭ്യേതരമായ തെറ്റാണ്, മോശമാണ് എന്ന് തോന്നുന്നൊരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് അല്ലാത്തോടത്ത് എന്തുണ്ടാവും? ഉണ്ടാവും. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം, ആ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ എന്താക്കണം? മനസ്സിലാക്കാതെ പോകരുത്. മനസ്സിലാക്കാൻ കുറച്ച് സമയം ചിലപ്പോൾ നമ്മൾ ചിലവഴിക്കേണ്ടി വരും. ഒരു കുഞ്ഞ് നിങ്ങളെ മടിയിൽ വന്നിരുന്ന് ഇങ്ങനെ കളിക്കാനോ വർത്താനം പറയാനോ ഒക്കെ വന്നാൽ, എനിക്ക് സമയമില്ല, ഞാൻ ഭയങ്കരമായി തിരക്കാണ്, അത് പറ്റില്ല.
റസൂലുള്ള കൊടുത്ത സമയം നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആനയാകുക എന്ന് വെച്ചാൽ എന്താ? മുട്ടുകുത്തി കയ്യൊക്കെ കുത്തി റസൂലുള്ള അങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ മുട്ടും കുത്തി ഇങ്ങനെ നടക്കുക. എന്നിട്ടോ ആനപ്പുറത്ത് ആര് കയറുക? പേരക്കുട്ടികളും മക്കളൊക്കെ കയറുന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാരാ? നമുക്ക് സമയമല്ല എന്നാ നമ്മൾ പറയാം. ഒരവകാശമാണ്, ഈ കുഞ്ഞിൻ്റെ അവകാശമാണത്. നിങ്ങൾ വിചാരിച്ച എന്താ? പെണ്ണുങ്ങൾ പ്രസവിക്കുകയും ആണുങ്ങൾ അതിനു വേണ്ടിയുള്ള പണിയെടുക്കുകയും ചെയ്താൽ മതി എന്നാ? അല്ല, അവിടെ തീരൂല. റസൂലിനെ കാണിച്ചു തന്ന ആനയായിട്ട് കുട്ടികൾ ഇങ്ങനെ പുറത്ത് കയറിയിട്ട് റസൂലിൽ ഇങ്ങനെ പോവുക. മാഷാ അല്ലാഹ്, ഇത് മക്കൾക്ക് കിട്ടണം, അവരുടെ അവകാശമാണത്. നിങ്ങൾ സമയമല്ല എന്ന് പറയല്ലേ, അവകാശമാണ്. അവരെ സ്നേഹിക്കണം, അവർ പറയുന്നത് കേൾക്കണം. ചിലപ്പോൾ കുറേ പ്രാവശ്യം പറയൂ, കേൾക്കണം. സൂറത്ത് യൂസുഫ് നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ? യൂസുഫ് നബിൻ്റെ അടുത്ത് വന്ന് യാക്കൂബ് നബിൻ്റെ അടുത്ത് വന്ന് യൂസുഫ് നബി പറയണത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടി. ഒരായത്തിൽ തന്നെ 2 പ്രാവശ്യം ഒരേ കാര്യം പറയുന്നുണ്ട്. അവിടെ ആ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് മുഫസ്സിറുകൾ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ അറിയോ? കുട്ടികൾക്കുള്ള അവകാശമാണ് എന്ത്? ഈ നേരത്തെ പറഞ്ഞതന്നെയല്ലേ എപ്പോഴും പറയണത് എന്ന് ചോദിക്കാൻ പാടില്ല. അവർ പറയും അത് അവരുടെ അവകാശമാണ്. യൂസുഫ് നബിയും യാക്കൂബ് നബിയും തമ്മിലുള്ള ബന്ധം ഖുർആൻ പഠിപ്പിച്ചത് അതിന് വേണ്ടിയില്ല. ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ. പിന്നെ പറയണെന്ത്? വറഅയ്തുഹും ലി സാജിദീൻ. 2 പ്രാവശ്യം റഅയ്തു. ആ റഅയ്തു വിശദീകരിച്ചിട്ട് മുഫസ്സിറുകൾ പറയുന്നത് എന്തിനാ അറിയോ? ഈ റഅയ്തു എന്തിനാ? ഒരു റഅയ്തു മതിയായിരുന്നു. ഞാനത് കണ്ടു എന്ന് യൂസുഫ് നബി യാക്കൂബ് നബി കണ്ടു എന്ന് ഒന്ന് മതിയായിരുന്നു. പിന്നെ പറയാം ഞാൻ കണ്ടു ക്ഷമിച്ചോളണം, അത് അവരുടെ അവകാശമാണ്. അങ്ങനെയുള്ള ഒരു സംഗതി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മദ്രസക്കാണ് പറഞ്ഞു വെച്ചാൽ കുട്ടികളെന്താവും? അങ്ങനെ വിചാരിക്കരുത്. സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചാൽ കുട്ടികളാണ് ശരിയാവും, മദ്രസക്ക് പറഞ്ഞു വെച്ചാൽ ശരിയാവും, അത് മതി എന്നിടത്ത് നമ്മൾ നിൽക്കരുത്. മറിച്ച് നമ്മളുടെ ഒരു റോളുണ്ട്, പങ്കുണ്ട്. ആ പങ്ക് നമ്മൾ എപ്പോഴും എന്താകണം? നിർവഹിക്കണം. അതിനുവേണ്ടി മദ്രസന്നോ സ്കൂളിൽ നിന്നൊക്കെ പല സംവിധാനങ്ങളും ചിലപ്പോൾ പറയും. പലപ്പോഴും ആ സംവിധാനങ്ങളെ കട്ടിമറിക്കുകയാണ് രക്ഷിതാക്കൾ. അതാണ് വലിയ അത്ഭുതം. ഭയങ്കര അത്ഭുതമാണ് ആ സംഗതി. അത് അട്ടിമറിക്കുക. അതിന് പകരം സ്കൂളിൽ നിന്നും മദ്രസകളിൽ നിന്നുമൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ കുട്ടികളെ വളർത്തുന്നതിലും കുട്ടികളെ രൂപപ്പെടുത്തുന്നതിലുമൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കി അതിനെ അനുകൂലിച്ചും സഹായം ചെയ്തും ജീവിക്കുവാനും ആ രൂപത്തിൽ പോകാനുമാണ് രക്ഷിതാക്കൾ പരിശ്രമിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, സന്തോഷമുള്ള, കണ്ണിന് കുളിർമയുള്ള നല്ല മക്കളെ കിട്ടുകയുള്ളൂ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ്. അതിനാവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതൊരു വലിയ വിഷയമാണ്, പറഞ്ഞാൽ അവസാനിക്കാത്ത വിഷയം. പ്രത്യേകിച്ച് നമ്മളെ സ്വന്തം കാര്യമാകുമ്പോൾ പറഞ്ഞാൽ മതിയാവില്ല, പറഞ്ഞാൽ തീരുമില്ല. അങ്ങനെയാണ് മക്കളെ കാര്യം പ്രത്യേകിച്ചും. അപ്പോൾ അത് ഓരോന്നായി ഓരോ സമയത്ത് മനസ്സിലാക്കുക, അങ്ങനെ അതനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുക. ഇതോടൊക്കെ ഒപ്പം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് മക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. രക്ഷിതാക്കൾ പിശുക്കന്മാരാ കാര്യത്തിൽ. മക്കൾക്ക് വേണ്ടി ദുആ, നമ്മളൊക്കെ ആഗ്രഹിക്കണം മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാ. ഓക്കെ, കുഴപ്പമില്ല, ആഗ്രഹിക്കാം. അതിന് പരിശീലിപ്പിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി പരിശീലിപ്പിക്കണം. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഗൗരവമുള്ളൊരു വിഷയം, മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതിനേക്കാളും ശക്തമായി ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എപ്പോഴും നമ്മൾ മക്കളെ ദുആ ചെയ്യണം, മക്കൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിലെ സമൃദ്ധിക്ക് വേണ്ടി, ബർക്കത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അത് നല്ല ദുആ, ഇഖ്ലാസുള്ള ദുആ. ഒരു കാരണവശാലും, അത് നമ്മൾ ശരിക്കും മനസ്സിലായി, ഒരു കാരണവശാലും മക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിച്ചു പോകരുത്. മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു പോകരുത്, പറഞ്ഞു പോകരുത്. എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്നുണ്ടായാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തിനാണ്, സബർ എന്ന ഉബൂദിയത്ത് എത്ര ഉണ്ട് എന്ന് അല്ലാഹ് നമ്മളെ പരീക്ഷിക്കുക. നമ്മളെ ശരിയാക്കാൻ ശ്രമിക്കുക, നന്നാക്കാൻ ശ്രമിക്കുക, അള്ളാഹിനോട് നന്നാക്കി തരാൻ വേണ്ടി ദുആ ചെയ്യുക, അതിനുവേണ്ടി അല്ലാതെ മറ്റേ നമ്മൾ ചെയ്യരുത്. കാരണം നിങ്ങൾക്കറിയാലോ, മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ഗൗരവമുള്ള പ്രാർത്ഥന. അതുകൊണ്ട് അത് ചെയ്യരുത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല മക്കളെ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും കണ്ണിന് കുളിർമയും
നമ്മളുടെ മക്കളിലൂടെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും ഗുണം ചെയ്യുന്ന നല്ല സന്താനങ്ങളായി നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. അവരിലൂടെ നമുക്കും സമൂഹത്തിനും അള്ളാഹു കൂടുതൽ ബർക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب